ഇത് അഭിലാഷാട്ടയാണല്ലോ. നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? അറിഞ്ഞു. ഒന്നും പറയണ്ടാവേ, ഇങ്ങനെ ആക്കിയിട്ട് ആൾക്കാർ തിരിച്ചറിയാം ഞാൻ ചെയ്യണേ. പിന്നെ എങ്ങനെയുണ്ട്, ഗ്ലാമർ കൂടിയോ അത് കുറഞ്ഞോ? ഉണ്ടോ? അടിപൊളിയാ. ഗ്ലാമർ ഉണ്ടോ? അടിപൊളി. എന്നാലും നാട്ടുകാരെ കൂടി കെട്ടിയിട്ടു ഇങ്ങനെ ഒരു സംഭവം ചെയ്തു. അല്ല, അത് മുടി വെട്ടാനുള്ള ഒരു കാരണം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു സംഘം ആൾക്കാർ. എൻ്റെ മുടി വെട്ടി തട്ടിക്കൊണ്ടുപോയി, അതിൻ്റെ മുടി വെട്ടിച്ചിട്ട് അവർ വിട്ടു. ഞാനത് ഒരു കൊട്ടേഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ ആറാട്ടനാണ് പെരേരാണെന്ന് അറിയില്ല. 1 കോടി രൂപ അവരോട് ആവശ്യപ്പെട്ടിട്ട് എന്നെ ഇറക്കിക്കൊണ്ട് വരാനോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും എന്ന് പറഞ്ഞത്. റാഞ്ചിറ സ്പീക്കിംഗ് പോലെ പടം വരെയെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവരവിടെ ചെന്നിട്ട് പറഞ്ഞു ഒരു കൊട്ടേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ഈ കൊട്ടേഷൻ എന്നെ സംഭവം തന്നെ തൻ്റെ ഒരു സുഹൃത്ത് കൊട്ടേഷൻ എന്നാണ്. എന്നെ സംഭവം തന്നെ തൻ്റെ മുടി നാടിയൊക്കെ വെട്ടാനുള്ള കൊട്ടേഷനാന്ന് പറഞ്ഞിട്ട് ഒരു ബാർബർ വന്നാൽ വലിയ വടിവാളൊക്കെ പിടിച്ചോണ്ട് വന്നത്. തല വെട്ടാനല്ലോ. അല്ല, ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പേടിച്ചു. എന്നിട്ട് ഇങ്ങനെ വടിവാളൊക്കെ ഇങ്ങനെ കാണിച്ചു. അതിന് ബാഗിൽ നിന്നൊരു കത്രി എടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ പേടിച്ചു. കുറേ തൻ്റെ മുടിയും താടിയും ഒന്ന് വെട്ടാൻ അങ്ങനെ വെട്ടി. വെട്ടിപ്പൊരു മാറ്റം ഉണ്ടായില്ലേ? മാറ്റം ഉണ്ടായി. പെരേര പറയാ, എനിക്ക് തോന്നുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടത് പഴയ ലുക്കായിരുന്നു എന്നാണ്. പഴയ ലുക്ക് എന്ന് പറഞ്ഞാൽ കോമഡി ഉത്സവം തൊട്ടുള്ള പ്രോഗ്രാംസിലെല്ലാം ഒത്തിരി പരിപാടികളിൽ ആ ലുക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ടായിരിക്കും ജനങ്ങൾ ഈ ഒരു മുഖത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറിയൊക്കെ മരിച്ചിട്ട് ഈ ഒരു ബേസിൽ അവതരിപ്പിക്കാറുണ്ട്. പിന്നെ താടിയും മുടിയും വെടിക്കെട്ട് തൃശ്ശൂർ പൂരം ഞങ്ങളെ സിനിമകളിൽ വന്നപ്പോൾ എൻ്റെ ലുക്ക് മാറി. ഇനി പുതിയ പടത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഓണപരിപാടി പോലെ. ഓണപരിപാടി ഇല്ലായിരുന്നു, അറിയാലോ. വയനാട് ദുരന്തമൊക്കെ വന്നപ്പോൾ കലാകാരന്മാരുടെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ അതിന് ക്രിസ്മസ് പ്രോഗ്രാം, ന്യൂ ഇയർ പരിപാടി കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം ആ ലുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് കുറേ അവോർഡിങ് ആയി പോകും. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് വന്നുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അത് ചെയ്യാനാണ്. എല്ലാം കൂടെ ഒരു ചേഞ്ച് വേണമല്ലോ. കൂടെ പെരേര ഉണ്ടാവില്ലേ? പെരേര ചില പരിപാടിക്ക് പെരേരയുണ്ട്, എല്ലാത്തിനും കൊണ്ടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ചില പരിപാടിക്ക് വേണ്ട എന്ന് പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് നമുക്ക് കൊണ്ടാൻ പറ്റില്ല. വേണമെന്ന് പറഞ്ഞ് പ്രോഗ്രാമിനെ കൊണ്ടു. മീശയൊക്കെ പഠിച്ചല്ലോ. അത് ഞങ്ങൾ വേറെ പുഷ്പ ചെയ്യാൻ നേരത്തെ മീശ പഠിച്ചു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വൈറലായി. പുള്ളി പിന്നെ എന്ത് സംഭവങ്ങളും കുറെ വെറൈറ്റി ആയിട്ട് ചെയ്യാനുള്ള ഇനി മുട്ടയടിക്കായിരിക്കും തല. ഒരു വെറൈറ്റി ആരും ആഗ്രഹിക്കാത്തല്ലേ? അത് തന്നെ, വെറൈറ്റി ആഗ്രഹിക്കുന്നത്. പിന്നെ മീശ പഠിച്ചു കഴിഞ്ഞാൽ പക്ക ഇതായി പോകും, മീശ ബോറായി പോകും. അപ്പൊ മീശ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ വെച്ചു. അല്ല, ഇത് മുടി വെട്ടിയപ്പോ ഒരു വിഷമമൊക്കെ തോന്നിയത്? കാരണം വിഷമം എന്ന് പറയാൻ ഒരുപാട് വർഷമായിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടു നടന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ പണ്ട് കണ്ടില്ല, താടി വളർത്തും മുടി വളർത്തും നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ മുടി താടി വളർത്തുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ആളുകളുണ്ട് അല്ലേ? അത് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വേറെ കാര്യം കൂടെ പറയാം. ചില ആളുകളുണ്ടെന്ന് വെച്ചാൽ പരിഹസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, പള്ളിയിലെ അച്ഛന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, അയാളൊരു മുടി താടി വളർത്തുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ മുടി താടി എല്ലാവർക്കും വളർത്താം. പിന്നെ മുടിയും താടിയും വളർത്തുമ്പോൾ കുളിക്കാത്തവൻ നനയ്ക്കാത്തവൻ എന്ന് പറയുന്നതിൽ തെറ്റ് തന്നെയാണ്. പലരും കളിയാക്കി, അത് കുഴപ്പമില്ല. എന്നാലും ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതൊരു സന്തോഷമായിട്ട് തോന്നുന്നു. പിന്നെ പല നെഗറ്റീവ് പേര് കിരടി എന്നൊക്കെയുള്ള വിളിച്ചുള്ളത്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അറിയാൻ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ആളുകളിലേക്ക് നമ്മളൊരു പേരും എത്തിയില്ലോ എന്ന് അറിയാൻ സന്തോഷം. ചിലർ കളിയാക്കുമെങ്കിലും പിന്നീട് മെസ്സഞ്ചറിലൊക്കെ വന്ന് നല്ല സൗഹൃദമായിട്ടുണ്ട്. ചില കളിയാക്കലും സാധാരണ ഇപ്പൊ എല്ലാ നടന്മാരും ആദ്യം നെഗറ്റീവ് നമ്മുടെ ലാലേട്ടനൊക്കെ വന്നപ്പോൾ ഭയങ്കര മുടിയൊക്കെ വളർത്തിയല്ലേ വന്നു. പിന്നീടോ പൃഥ്വിരാജിന് വരെ ആദ്യം നെഗറ്റീവിലൂടെയാണ് വന്നത്, പിന്നീട് പോസിറ്റീവ് ഉണ്ടാവും. അതായത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, ഒരു ചേഞ്ച് ആവശ്യമായിരുന്നു. ചിലർ പറഞ്ഞു തന്റെ പഴയ കോലായിരുന്നു നല്ലതെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പഴയ കോലാണ് നല്ലത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. മുടി വെട്ടിയത് ചാൻസുകൾ കുറയ്ക്കോ സിനിമയിലത്തെ? ഇല്ല. ഇപ്പൊ ഓർമ്മയുണ്ട്, മുടിയുള്ള താടിയുള്ള ഒരു പടമുണ്ട്. കുഴപ്പമില്ല. ചിലപ്പം 2 മാസം ആകുമ്പോഴത്തേക്ക് സംഭവം തന്നെ വരും, വീണ്ടും വരുമല്ലോ. പൊതുവെ വില്ലൻ കഥാപാത്രങ്ങളല്ലേ കൂടുതൽ അഭിനയിക്കാറ്. ഒരു ആൽബം പറഞ്ഞിട്ടുണ്ട്, അതില് അവൻ പറഞ്ഞായിരുന്നു താടി മുടിയുള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ പുള്ളി അപ്പോൾ ഈ ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമില്ല. അപ്പോൾ അതിൽ പെരേരയ്ക്കും റോളുണ്ട്, ആറാട്ടണനും റോളുണ്ടെന്നുണ്ട്. അപ്പോൾ അഭിലാഷാട്ടെ ആ പേര് കേട്ടില്ലായിരുന്നു. അപ്പോൾ റോളുണ്ടോ? ഏത് ബ്ലഡി നൈറ്റോ? അത് കഴിഞ്ഞാണോ പുതിയത് വരുന്നതാണോ? അല്ല, കഴിഞ്ഞാണോന്നറിയില്ല, പുതിയ തന്നെയാണോ? അല്ല, ബ്ലഡി നൈറ്റ് അല്ല. അത് ബ്ലഡി നൈറ്റ് ടീമിന്റെ പുതിയ വർക്കില് എനിക്ക് വേഷമുണ്ട്. അപ്പം അതിലും എനിക്കൊരു ചെറിയ വേഷം പറഞ്ഞിട്ടുണ്ട്. അതിൽ പെരേരയുണ്ട്, പിന്നെ ബ്രൈറ്റ് അങ്ങനെയുള്ളവരൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ അലിയേട്ടൻ്റെ പെണ്ണ ആൻസി, നിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്ത അലിയേട്ടൻ്റെ പെണ്ണ ആൻസി ബ്രൈറ്റിലായിരുന്നു. ബ്രൈറ്റ് ആ ഡയറക്ടർ ബ്രൈറ്റ് അറിയാലോ, ബ്രൈറ്റ് പെരേര. അപ്പം ഞാനും ഉണ്ട്. നമ്മുടെ വിനീത് VS ആണ് ഡയറക്റ്റ് ചെയ്തത്. വിനീത് അങ്ങനെ പോകണം. പിന്നെ ആറാട്ടണ്ണ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം
ഗസ്റ്റ് റോളായിട്ടായിരിക്കും ആറാട്ടന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും താടിയും മൂടിയും പഠിച്ചു അല്ലേ? എന്തായാലും മനസ്സുകൊണ്ട് സന്തോഷം. കുറച്ച് പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, അതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കളിയാക്കലും പലരും ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ചില ഫീലിങ്സ് ഉള്ള കമൻറ്റ് കാണുമ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു പോകും. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. ഒരു ഫീലിങ്സ് ഉള്ള കമൻറ്റ് ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കൂടാവേ, അത് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോണ കാര്യമില്ലേ. പിന്നീട് മെസ്സഞ്ചറിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പായ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. കാരണം ആദ്യമേ ഫേസ്ബുക്കിൽ തെറി വിളിച്ച് മെസ്സഞ്ചറിൽ എത്തിയിട്ട് അവിടെ ഒരു സൗഹൃദം സ്ഥാപിച്ച ഒരുപാട് പേരുണ്ട്. കാരണം അതൊക്കെ അങ്ങനെ നടക്കും, മനുഷ്യനല്ലേ. പലരും നേരിട്ട് കണ്ടു ഈ തെറി വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുണ്ടാക്കി പലരും നേരിട്ട് കണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സൗഹൃദം. കാരണം കൂട്ടെന്ന് പറയുക കൂടെ നിൽക്കണ പോലെയല്ല, രണ്ട് തെറി ഉന്തും തള്ളും ഉണ്ടാവുന്നവരാണ് ഏറ്റവും വലിയ ഫ്രണ്ട്സ്. ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്നത് അത് വലിയൊരു കാര്യം. കാരണം ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കാൻ വരുമ്പോഴും ഇപ്പോൾ തമാശയ്ക്കാണ് കാര്യം കേട്ടോണെന്ന് അറിയില്ല, വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാം. അത് മതി നമുക്ക്.